ഹായ് എല്ലാ കൂട്ടുകാർക്കും ടെക്ട്രോണിക്സ് സെറ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സെർവറുകളെ കുറിച്ചാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. സെർവറുകൾ എന്ന് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടായിരിക്കും. പലപ്പോഴും നമ്മുടെ ആപ്ലിക്കേഷനുകളും അല്ലെങ്കിൽ വെബ്സൈറ്റുകളൊക്കെ സെർവർ ഡൗൺ ആണ്, വർക്ക് ചെയ്യില്ല എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ എന്താണ് സെർവർ, സെർവറിനുള്ളിൽ എന്തൊക്കെയുണ്ട്, എങ്ങനെയാണ് സെർവർ വർക്ക് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ ആപ്ലിക്കേഷനുകളൊക്കെ വർഷങ്ങളായിട്ടുള്ള നമ്മുടെ ഡേറ്റാസ് സൂക്ഷിച്ച് വെച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഇതൊക്കെ എവിടെയാണ് സൂക്ഷിച്ച് വെച്ചിരിക്കുന്നതെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇത് ഈ സെർവറുകളിലാണ് ഈ ഡേറ്റകളെല്ലാം സൂക്ഷിക്കുന്നത്. സെർവറുകൾ എന്ന് പറഞ്ഞാൽ വലിയൊരു പവർഫുള്ളായിട്ടുള്ള കമ്പ്യൂട്ടറാണ് എന്ന് നമുക്ക് സിംപ്ലി പറയാൻ പറ്റും. അതുപോലെ ഒരുപാട് സെർവറുകൾ കൂടിയിട്ടുള്ള ഡാറ്റാ സെൻറ്ററുകളുണ്ട്. അതാണ് ഇപ്പോൾ ചിത്രത്തിൽ കാണുന്ന ഒരു ഡാറ്റാ സെൻറ്ററാണ്. ഇതുപോലുള്ള ഡാറ്റാ സെൻറ്ററുകളുടെ ഒരുപാട് കൂട്ടങ്ങൾ കൂടിയാണ് ക്ലൗഡുകൾ ഉണ്ടാകുന്നത്. ഇതുപോലുള്ള ക്ലൗഡുകളിലും മറ്റുമാണ് ഈ ഡാറ്റകളെല്ലാം സൂക്ഷിക്കുന്നത്. ഡെല്ലിൻ്റെ R630 സീരീസിൽ വരുന്ന ഒരു സെർവറാണ് നമ്മൾ ഈ കാണുന്നത്. സെർവർ എന്ന് പറയുമ്പോൾ വളരെ സിമ്പിളി നമുക്ക് പറയാൻ പറ്റും, വളരെ ഉള്ളൊരു കമ്പ്യൂട്ടർ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഈ ഒരു കമ്പ്യൂട്ടറിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു സെർവറിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതിന് കുറേ അധികം ഹാർഡ് ഡിസ്കുകൾ ലോഡ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്, കുറേ അധികം നെറ്റ്വർക്ക് സ്ലോട്ടുകളുണ്ട്, വളരെ വലുതാണ്. സാധാരണ കമ്പ്യൂട്ടറുകളെ അപേക്ഷിച്ച് കുറച്ചുകൂടെ വലുതാണ്. ഇതിനകത്തേക്ക് പോയി കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ പ്രോസസ്സറുകൾ കാണാൻ പറ്റും. ഒരു സാധാരണ കമ്പ്യൂട്ടറിനെ അപേക്ഷിച്ച് സെർവറുകൾക്ക് കൂടുതൽ വേഗതയും കൂടുതൽ ഡാറ്റ സ്റ്റോറേജും റിഡൻഡൻസിയും ഒക്കെ ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇതിൽ ഒന്നിലധികം നെറ്റ്വർക്ക് കാർഡുകൾ, ഹാർഡ് ഡിസ്കുകൾ, പ്രോസസ്സറുകൾ, റാമുകൾ ഒക്കെ നൽകിയിരിക്കുന്നത്. ഏതായാലും നമുക്ക് ഈ സെർവറിനെ പറ്റി കൂടുതലൊന്ന് പരിചയപ്പെടാം. കൂടുതൽ പെർഫോമൻസിന് വേണ്ടിയിട്ട് ഇന്റലിൻ്റെ സിയോൺ സീരീസിൽ, അതായത് സെർവർ സീരീസിലുള്ള ഒരു പ്രോസസ്സറാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ ഈ കാണുന്നത് സെർവറിൽ ഹാർഡ് ഡിസ്ക് ലോഡ് ചെയ്യാനുള്ള സ്പേസാണ്. ഒന്നിൽ കൂടുതൽ ഹാർഡ് ഡിസ്കുകൾ ഈ സെർവറിൽ ലോഡ് ചെയ്യാൻ സാധിക്കും. ഈ ഹാർഡ് ഡിസ്കുകൾക്ക് ഉള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഇതുപോലെ റിമൂവ് ചെയ്തെടുക്കാൻ സാധിക്കും. ഹാർഡ് ഡിസ്കുകൾ എന്താണ്, അതിൻ്റെ പ്രവർത്തനം എന്താണെന്ന് നമ്മുടെ മുമ്പുള്ളൊരു വീഡിയോയിൽ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ ഹാർഡ് ഡിസ്കുകളുടെ പ്രവർത്തനം എങ്ങനെയാണെന്ന് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും. റെയ്ഡ് സാങ്കേതികവിദ്യയുടെ സഹായത്തോടു കൂടിയാണ് സെർവറുകളിൽ ഹാർഡ് ഡിസ്കുകൾ പ്രവർത്തിക്കുന്നത്. അതായത് ഒന്നിൽ കൂടുതൽ ഹാർഡ് ഡിസ്കുകളിൽ സ്പ്ലിറ്റായിട്ടായിരിക്കും ഡാറ്റ ഉണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ഹാർഡ് ഡിസ്ക് ഫെയിലായെങ്കിൽ തന്നെ നമുക്കത് റീപ്ലേസ് ചെയ്യാനും ഡാറ്റ ലോസ് ഉണ്ടാകാതിരിക്കാനും സാധിക്കും. ഇപ്പോൾ സെർവറുകളിൽ ഒന്നിൽ കൂടുതൽ ഹാർഡ് ഡിസ്ക് ഉപയോഗിക്കുന്നതിൻ്റെ കാരണം പിടികിട്ടിയല്ലോ. അതായത് റെയ്ഡ് സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തുവാനും ഡാറ്റ ലോസ് ഇല്ലാതാക്കാനും പെർഫോമൻസ് കൂട്ടാനും പിന്നെ സ്കെയിലബിലിറ്റി, അതായത് സ്റ്റോറേജിൻ്റെ സൈസ് വീണ്ടും കൂട്ടുവാനും ഒക്കെയാണ് ഈ റെയ്ഡ് സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നത്. നമ്മൾ ഈ കാണുന്ന സ്പേസിലൊക്കെ ഹാർഡ് ഡിസ്ക് ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്പേസാണ് ഇതെല്ലാം. ഒരു ഡമ്മി സ്പേസർ വെച്ചിട്ട് ഇത് കവർ ചെയ്തിരിക്കുകയാണ്. ഇവിടെ നമുക്ക് ഹാർഡ് ഡിസ്കുകൾ ലോഡ് ചെയ്യാൻ സാധിക്കും. റെയ്ഡ് 0, റെയ്ഡ് 1, റെയ്ഡ് 5, റെയ്ഡ് 6, റെയ്ഡ് 10 എന്നിവയാണ് സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന റെയ്ഡ് കോൺഫിഗറേഷൻസ്. റെയ്ഡ് 0യിൽ ഹാർഡ് ഡിസ്കിൻ്റെ മാക്സിമം സ്പേസ് യൂസ് ചെയ്യും, എന്നാൽ റിഡൻഡൻസി ഉണ്ടായിരിക്കുന്നതുമല്ല. അതായത് 500 GB 2 ഹാർഡ് ഡിസ്ക് റെയ്ഡ് 0യിൽ കോൺഫിഗർ ചെയ്ത് കഴിഞ്ഞാൽ അറൗണ്ട് 1 TB സ്റ്റോറേജ് നമുക്ക് അവൈലബിൾ സ്പേസ് കിട്ടും. റെയ്ഡ് 1 മുതൽ റിഡൻഡൻസിക്ക് കൂടുതൽ പ്രാധാന്യമുള്ള കോൺഫിഗറേഷൻസ് ആണ്. റെയ്ഡ് 1ൽ ഒരു ഹാർഡ് ഡിസ്കിൻ്റെ എക്സാക്ട് കോപ്പി ആയിരിക്കും മറ്റേ ഹാർഡ് ഡിസ്കിലുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു ഹാർഡ് ഡിസ്കിന് കംപ്ലൈൻറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് മാറ്റി വേറെ ഹാർഡ് ഡിസ്ക് പ്ലേസ് ചെയ്യാൻ പറ്റും. റെയ്ഡ് 5, 6, 10 ഇതുപോലെ കൂടുതൽ ഹാർഡ് ഡിസ്കുകൾ ഉൾപ്പെടുത്താൻ സാധിക്കും. അതുകൊണ്ട് തന്നെ റിഡൻഡൻസി, പെർഫോമൻസ്, സ്റ്റോറേജ് സ്പേസ് എന്നിവ നമുക്ക് കൂടുതൽ ലഭിക്കും. ഇത് സെർവറിൻ്റെ പിൻഭാഗമാണ്. ഇവിടെ നമുക്ക് മൾട്ടിപ്പിൾ നെറ്റ്വർക്ക് പോയിൻറ്റ്സ്, ഡിസ്പ്ലേ കണക്ട് ചെയ്യാനുള്ള പോർട്സ് എന്നിവ കാണാൻ സാധിക്കും. റിഡൻഡൻസി, ലോഡ് ബാലൻസിങ്, വിർച്വലൈസേഷൻ ആവശ്യങ്ങൾ, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് മൾട്ടിപ്പിൾ നെറ്റ്വർക്ക് പോയിൻറ്റ്സ് ഇവിടെ നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ 2 SMBSകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഒരു SMBS ഫെയിലായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ സെർവർ ഡൗൺ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് 2 SMBSകൾ നൽകിയിരിക്കുന്നത്. നമുക്ക് കാണാൻ കഴിയും ഇതുപോലെ
പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് റിമൂവ് ചെയ്തിട്ട് ഡിഫക്റ്റീവായ SMPS നമുക്ക് റീപ്ലേസ് ചെയ്യാൻ സാധിക്കും. സാധാരണ കമ്പ്യൂട്ടറുകളിൽ പൊതുവെ ഒരു SMPS ഉണ്ടായിരിക്കുള്ളൂ. SMPS എന്നാൽ സ്വിച്ച് മോഡ് പവർ സപ്ലൈ, അതായത് നമ്മുടെ സെർവറിന് വേണ്ട പവർ നൽകുക എന്നുള്ളതാണ് ഈ SMPSൻ്റെ ധർമ്മം. SMPSനെ പറ്റി ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമുക്ക് നമ്മുടെ ചാനലിൽ ചെയ്യാം. SMPS അതിൻ്റെ പ്രത്യേകതകളൊക്കെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കുറേ കൂടി വിശദമായിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും. ഇനി നമുക്ക് സെർവറിൻ്റെ ക്യാബിൻ ഒന്ന് ഓപ്പൺ ആക്കി നോക്കിയിട്ട് ഇതിൽ എന്തൊക്കെയുണ്ട് എന്ന് നമുക്കൊന്ന് നോക്കാം. രണ്ട് CPU-കളുള്ളൊരു തരം സെർവറാണിത്. അതിൻ്റെ കൂളിംഗ് സിസ്റ്റം, റാം ഒക്കെയാണ് നമ്മൾ ഈ കാണുന്നത്. ഇതതിൻ്റെ CD ഡ്രൈവാണ്. ഇത് ഹാർഡ് ഡിസ്കുകളുടെ ബേയാണ്. ഹാർഡ് ഡിസ്കുകൾ ഇവിടെയാണ് ഇൻസെർട്ട് ചെയ്യുന്നത്. ഇതതിൻ്റെ കൂളിംഗ് സിസ്റ്റം, അതിന് വേണ്ടിയിട്ടുള്ള ഫാനുകളാണ് ഈ കാണുന്നത്. ഇത് പ്രോസസ്സർ കൂൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കൂളിംഗ് സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഫാനുകളാണ് ഈ കാണുന്നത്. ഇത് രണ്ടെണ്ണമാണ്, 2 പ്രോസസ്സറുകൾ. ഈ പ്രോസസ്സറുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ കൂളിംഗ് സിസ്റ്റം ഇവിടെ ഫിക്സ് ചെയ്തിരിക്കുന്നത്. റെയ്ഡ് കൺട്രോളറാണ് ഈ ഭാഗത്ത് വരുന്നത്. നമ്മുടെ ഹാർഡ് ഡിസ്കിൻ്റെ റെയ്ഡ് കൺട്രോൾ ചെയ്യുന്നത് ഈ റെയ്ഡ് കൺട്രോളർ വഴിയാണ്. അതിൻ്റെ റെയ്ഡ് കൺട്രോളർ ബാറ്ററിയൊക്കെയാണ് കാണുന്നത്. ഇത് SMPSകളാണ് കാണുന്നത്. നമുക്ക് ഈ സെർവറിൻ്റെ റാം ഒന്ന് അഴിച്ച് നോക്കാം. റാമൊക്കെ അഴിക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ കയ്യിലുള്ള സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി മൂലം റാമും മറ്റ് ഇലക്ട്രോണിക് ഡിവൈസുകളൊക്കെ നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇലക്ട്രോണിക് ഡിവൈസുകൾ കൈകാര്യം ചെയ്യുമ്പോഴത്തേക്ക് എപ്പോഴും നമ്മൾ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ഡിസ്ചാർജ് ചെയ്തിട്ട് വേണം ഉപയോഗിക്കാൻ. കൂളിംഗ് സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് വളരെ ശക്തമായ ഫാനുകളാണ് സെർവറുകളിൽ ഉപയോഗിക്കുന്നത്. അത് സെർവർ ഓണാകുമ്പോൾ തന്നെ വളരെ ശക്തമായ ഒരു സൗണ്ട് നമുക്ക് കേൾക്കാൻ സാധിക്കും. അത് ഈ ഫാനുകൾ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ്. വളരെ സിമ്പിളായിട്ട് റിമൂവ് ചെയ്യുകയും ഇൻസെർട്ട് ചെയ്യുകയും ചെയ്യാൻ പറ്റുന്ന സൈസ് വളരെ ചെറിയ ഫാനുകളാണെങ്കിൽ പോലും വളരെ പവർഫുള്ളായിട്ടുള്ള ഫാനുകളാണ്. ഈ കാണുന്ന ഓറഞ്ച് കളറിൽ കാണുന്ന എല്ലാം ഫാനുകളാണ്. പ്രോസസ്സറും സിസ്റ്റവും ചൂടാകുമ്പോഴത്തേക്ക് തണുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കൂളിംഗ് സിസ്റ്റത്തിൻ്റെ ഭാഗമാണ് ഈ ഫാനുകൾ. CPU-ൻ്റെ ടെമ്പറേച്ചർ കൂടുകയും കുറയുകയും ചെയ്യുന്നതിനനുസരിച്ച് ഈ ഫാനുകളുടെ വേഗത കൂടുകയും കുറയുകയും ചെയ്യും. റാമിൻ്റെ സ്ലോട്ടുകളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി വെറുതെ വെച്ചിരിക്കുന്ന ഒരു കവറാണിത്. ഡസ്റ്റ് ഒന്നും വന്ന് റാമിൻ്റെ സ്ലോട്ടുകൾ ഡാമേജ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. സെർവറുകൾ എന്താണെന്നും അവയുടെ പ്രവർത്തനം എന്താണെന്നും മനസ്സിലാക്കാൻ ഈ ചെറിയ വീഡിയോ എൻ്റെ കുഞ്ഞു വീട്ടുകാർക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി അറിയിക്കുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.